നമസ്കാരം. BK സാഹിത്യവേദിയുടെ കർക്കിടകം ശബ്ദകഥകളുടെ തോരാമഴ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. 1888 ഒക്ടോബർ 14 ന്യൂസിലാൻഡിലെ ഒരു സാമൂഹിക പ്രാധാന്യമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന കാതറിൻ അധികം വൈകാതെ തന്നെ ചെറുകഥാകൃത്ത്, കവിയത്രി എന്ന നിലകളിൽ പ്രശസ്തയായി. കാത്ലീൻ മാൻസ്ഫീൽഡ് മുറി എന്നായിരുന്നു മുഴുവൻ പേര്. Her delicate stories, focused upon psychological conflicts, had an obliqueness of narration and a subtlety of observation that revealed the influence of Anton Chekhov. ഇതായിരുന്നു കാതറിനെ കുറിച്ചുള്ള പൊതു അഭിപ്രായം. പിതാവ് ഹെറോൾഡ് ബോച്ചപ്പനും മാതാവ് ആനി ബോച്ചപ്പനും ഒരു സഹോദരനും 4 സഹോദരിമാരും ചേർന്നതായിരുന്നു കാതറിൻ്റെ കുടുംബം. തൻ്റെ 19ാമത്തെ വയസ്സിൽ അവർ ന്യൂസിലാൻഡ് വിട്ട് ഇംഗ്ലണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ജീവിതത്തിലും എഴുത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട വ്യക്തിയായിരുന്നു കാതറിൻ. കാതറിൻ്റെ ആദ്യത്തെ അച്ചടിച്ച കഥകൾ ഹൈസ്കൂൾ റിപ്പോർട്ടറിലും വെല്ലിംഗ്ടൺ ഗേൾസ് ഹൈസ്കൂൾ മാസികയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. അതിലൂടെയാണ് കാതറിൻ ശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയത്. 1898-99 കാലയളവിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച തൻ്റെ ആദ്യ കഥ ഹിസ് ലിറ്റിൽ ഫ്രണ്ട് അടുത്ത വർഷം തന്നെ ഒരു സൊസൈറ്റി മാസികയിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രലൂഡ്, ബ്ലിസ്, ദ ഗാർഡൻ പാർട്ടി, ദ ഫ്ലൈ, ദ ഡോൾസ് ഹൗസ് ഇവയൊക്കെയായിരുന്നു കാതറിൻ്റെ മികച്ച എഴുത്തുകൾ. ന്യൂസിലൻഡിൽ എങ്ങനെ അന്യവൽക്കരിക്കപ്പെട്ടുവെന്നും ഒരു ജനതയുടെ അടിച്ചമർത്തൽ കാരണം താൻ എങ്ങനെ നിരാശയായെന്നും കാതറിൻ തൻ്റെ കഥകളിൽ എഴുതി ചേർത്തു. 34ാം വയസ്സിൽ ട്യൂബർക്ലോസിസ് രോഗം വന്ന് കാതറിൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ ഇന്നും തൻ്റെ കഥകളിലൂടെ കാതറിൻ ജീവിക്കുന്നു. പ്രശസ്ത എഴുത്തുകാരി കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ തൂലികാത്തുമ്പിലെ സൃഷ്ടിയാണ് ടേക്കിംഗ് ദ വീൽ. 1930 ഈ സൃഷ്ടിയുടെ ഉദയം. തൻ്റെ പ്രധാന കഥാപാത്രമായ എഡ്ന മലയാളത്തിലേക്ക് ശ്രീ രവി വിവർത്തനം ചെയ്തു. 18 വയസ്സ് തികഞ്ഞ ഒരു കൗമാരക്കാരി, അതായിരുന്നു എഡ്ന. അവൾ ഒരാളുമായി പ്രണയത്തിലാണ്. ഒരു ചെറിയ പ്രശ്നം. അവൾ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ പോകുന്നു. ശേഷം എന്തായിരിക്കും? നമുക്കൊന്ന് കേട്ടാലോ. ഇന്ന് നമ്മളോട് കഥ പറയാൻ വരുന്നത് സൗമ്യ കൃഷ്ണപ്രസാദ്. നമുക്കിനി കഥയിലേക്ക് പോകാം. അങ്ങനെ മനോഹരമായൊരു പ്രഭാതത്തിൽ ആർക്കും ആഹ്ലാദിക്കാതിരിക്കുക അസാധ്യമാണെന്നേ തോന്നൂ. താനല്ലാതെ മറ്റാരും വ്യാകുലയായിരുന്നില്ലെന്ന് എഡ്ന തീർച്ചയാക്കി. വീടുകളിലുള്ള ജാലകങ്ങളെല്ലാം തുറന്നു കിടന്നിരുന്നു. ഗൃഹാന്തർഭാഗങ്ങളിൽ നിന്നും സംഗീതം അന്തരീക്ഷത്തിൽ മധുരമായ അലയുണ്ടാക്കി. ഗാനയന്ത്രങ്ങളിൽ വ്യാപിച്ചുകൊണ്ടിരുന്ന കോമളങ്ങളായ കൈകൾ അന്യോന്യം അടുക്കുകയും അകലുകയും ചെയ്തുകൊണ്ടിരുന്നു.
ഇളം വെയിലിൽ തിളങ്ങുന്ന ആരാമങ്ങളിൽ വസന്തപുഷ്പങ്ങളാൽ ഉജ്ജ്വലങ്ങളായ വൃക്ഷങ്ങൾ ആടി ഉലഞ്ഞുകൊണ്ട് നിന്നിരുന്നു. തെരുവു പിള്ളേർ ചൂളം വിളിച്ചു. ഒരു പട്ടിക്കുട്ടി കുരച്ചു. അത്ര വേഗത്തിൽ, അത്ര ഉല്ലാസത്തോടുകൂടി ജനങ്ങൾ കടന്നുപോകുന്നത് കണ്ടാൽ അവർ ഒരു ഓട്ടത്തിന് പുറപ്പെടുകയാണോ എന്ന് തോന്നിപ്പോകും. അവൾ അകലെ ഇളം ചുവപ്പ് നിറത്തിലുള്ള ഒരു ശീലക്കുട കണ്ടു. അക്കൊല്ലത്തെ ആദ്യത്തെ ശീലക്കുട. ഒരുപക്ഷെ അവൾ വിചാരിക്കുന്നിടത്തോളം വ്യാകുലയായി തോന്നുകയില്ല അവളെ കണ്ടാൽ. പൂർണ്ണമായ ആരോഗ്യത്താൽ പ്രകാശിക്കുന്ന കണ്ണുകൾ, തുടുത്ത ചുണ്ടുകൾ, സ്നിഗ്ധങ്ങളായ കപോലങ്ങൾ. അങ്ങനെയുള്ള മനോഹരിയായ ഒരുവളെ, ഒരു 18കാരിയെ, ദുഃഖവിവശയായി തോന്നാൻ വിഷമമുണ്ട്. എല്ലാത്തിനും പുറമെ ഫ്രഞ്ചുകാരുടെ മട്ടിൽ പരിഷ്കൃത രീതിയിൽ തുന്നിയിട്ടുള്ള ഒരു നീല ഫ്രോക്കിട്ടിരിക്കുക, പുഷ്പാലങ്കൃതമായ ഒരു വസന്തകാലത്തൊപ്പി അണിഞ്ഞിരിക്കുക. കറുത്ത പരുക്കൻ തോൽബൈൻഡുള്ള ഒരു പുസ്തകം അവൾ കക്ഷത്തിൽ അമർത്തിപ്പിടിച്ചിരുന്നു. ഒരുപക്ഷെ ആ പുസ്തകമായിരിക്കാം ഒരു വിഷാദഛായ ഉളവാക്കിയത്. കേവലം യാദൃശ്ചികമായിട്ടാണത്. സാധാരണ ലൈബ്രറിയിലെ പുസ്തകങ്ങളെപ്പോലെ തന്നെയായിരുന്നു അതിൻ്റെയും ബൈൻഡിങ്. സ്വൈര്യമായിരുന്നു ചിന്തിക്കുവാൻ, എന്താണ് തനിക്ക് നേരിട്ടിരിക്കുന്നതെന്ന് മനസ്സിരുത്തി ആലോചിക്കുവാൻ, എന്താണിപ്പോൾ ചെയ്യേണ്ടതെന്നെങ്കിലും തീർച്ചയാക്കാൻ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിന് എഡ്ന ലൈബ്രറിയിലേക്കുള്ള പോക്ക് ഒരു ഉപായമാക്കി. ഒരു വല്ലാത്ത സംഗതിയാണ് അവൾക്ക് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ നാടകശാലയിൽ ജിമ്മിയും അവളും അടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന്, ഒരു നിമിഷത്തെയെങ്കിലും മുന്നറിയിപ്പില്ലാതെ, അവൾ ഒരു ചോക്ലേറ്റ് ആൽമണ്ട് തിന്നു തീർത്ത് ആ പെട്ടി അയാളുടെ അടുക്കിലേക്ക് നീട്ടിയപ്പോൾ അവൾ ഒരു നടനിൽ അനുരക്തയായി. അവൾ ഇതിനു മുൻപ് സങ്കല്പിച്ച ഒന്നിനെപ്പോലെയുമായിരുന്നില്ല ആ അനുഭവം. അത് സന്തോഷജനകമായിരുന്ന ഒന്നായിരുന്നു എന്ന് പറയാമോ? തീരെ വയ്യ. കോരിത്തരിപ്പിക്കുന്നതായിരുന്നു അതെന്നും പറഞ്ഞുകൂടാ. നൈരാശ്യജനകമായ ദാരിദ്ര്യത്തിൻ്റെ, ആശാഭംഗത്തിൻ്റെ, തീവ്രമായ ഉത്കണ്ഠയുടെ ഭയാനകമായ അനുഭവത്തെ നിങ്ങൾ കോരിത്തരിപ്പിക്കുന്നതെന്ന് പറയുമോ? ഇല്ലല്ലോ. നാടകത്തിന് ശേഷം ജിമ്മി അവർക്ക് പോകുവാൻ വാഹനം കൊണ്ടുവരുമ്പോൾ നാടകശാലയുടെ മുമ്പിലുള്ള അങ്കണത്തിൽ വെച്ച് ആ നടനെ അവൾ കണ്ടുമുട്ടുന്ന പക്ഷം, ഒന്ന് തലയാട്ടിയാൽ, ഒരു സൂചന നൽകിയാൽ, ജിമ്മിയെയോ അവളുടെ അച്ഛനെയോ അമ്മയെയോ ആഹ്ലാദജനകമായ ഗൃഹത്തെയോ എണ്ണമറ്റ സുഹൃത്തുക്കളെയോ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ ഭൂമിയുടെ അറ്റം വരെ അയാളെ അനുഗമിക്കും എന്ന് അവൾ നിശ്ചയിച്ചു. നാടകം തുടങ്ങിയിരുന്നത് സാമാന്യം ആഹ്ലാദത്തോടു കൂടി തന്നെയാണ്. എഡ്ന അപ്പോൾ ചോക്ലേറ്റ് തിന്നുകയായിരുന്നു. പിന്നീട് നായകൻ അന്ധനായിട്ട് പ്രത്യക്ഷനായി. ഭയങ്കര നിമിഷം. എഡ്ന കരഞ്ഞു, വളരെ കരഞ്ഞു. ആ കരച്ചിൽ സാരമില്ല, സന്ദർശകരൊക്കെ കണ്ണീർ ചൊരിയുന്നുണ്ടായിരുന്നു. പുരുഷന്മാർ കൂടി ഉറക്കെ നെടുവീർപ്പിട്ടു. അവർക്ക് രംഗത്തിലേക്ക് നോക്കുവാൻ വയ്യാതെയായി. നാടക പരിപാടിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവരെല്ലാം. അനുകമ്പ നിറഞ്ഞു വറ്റിയ കണ്ണുകളോടുകൂടി ജിമ്മി, അയാളുടെ ടവൽ കിട്ടിയില്ലെങ്കിൽ അവൾ എന്തു ചെയ്യും? അവളുടെ സ്വച്ഛന്തമായ കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു, ആശ്വസിക്കൂ ഓമനെ. അപ്പോളായിരുന്നു അയാളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവൾ അവസാനത്തെ ചോക്ലേറ്റും എടുത്ത് പെട്ടി അയാൾക്കു തിരികെ കൊടുത്തത്. അതാ ആ ഭയങ്കര രംഗം. നായകൻ ഏകനായ സ്റ്റേജിന്മേൽ, ശൂന്യമായ ഒരു മുറിയിൽ നിൽക്കുന്ന ആ ഭയങ്കര രംഗം. അപ്പോൾ ഒരു ബാൻഡിന്റെ ശബ്ദം പുറത്തുനിന്നും കേൾക്കാമായിരുന്നു. തെരുവുകളിൽ നിന്നുള്ള ആർപ്പുവിളികളും. അയാൾ ശ്രമിച്ചു. ഹാ, എത്ര വേദനാകരം, എത്ര ദയനീയം, ജനലിന്റെ അടുക്കിലേക്ക് തപ്പിത്തടഞ്ഞു പോകുവാൻ. അവസാനം അയാൾ ജയിച്ചു. അയാൾ അവിടെ കർട്ടനിൽ പിടിച്ചുകൊണ്ടു നിന്നു. അപ്പോൾ വെളിച്ചത്തിന്റെ ഒരു രശ്മി മാത്രം അയാളുടെ ഉയർന്ന മുഖത്ത്, അന്ധമായ ആ മുഖത്ത് ശരിക്കു വന്നു പതിച്ചു. ബാൻഡിന്റെ ശബ്ദം അകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. ജീവിതം ഒരിക്കലും അതേ രൂപത്തിൽ തന്നെ ആയിരിക്കാൻ നിവൃത്തിയില്ലെന്ന് ആ നിമിഷം മുതൽ വാസ്തവമായും പൂർണ്ണമായും കേവലമായും അവൾ അറിഞ്ഞു. അവൾ ജിമ്മിയുടെ പിടിയിൽ നിന്നും കൈകൾ വലിച്ചു പുറകിലേക്ക് ചാരി നിന്നു. ആ ചോക്ലേറ്റ് പെട്ടി അടച്ചു. പിന്നെ തുറന്നതേയില്ല. പ്രേമമായിരുന്നു അത്.
എഡ്നയും ജിമ്മിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. കോരിത്തരിപ്പോടു കൂടിയ നിമിഷങ്ങളാണ് 1.5 കൊല്ലമായിട്ട് അവൾക്ക്. 1 കൊല്ലമായി അവർ പരസ്യമായി അങ്ങനെ പെരുമാറാൻ തുടങ്ങിയിട്ട്. അവർ നേഴ്സുമാരോടുകൂടി തോട്ടങ്ങളിൽ സഞ്ചരിക്കുകയും അവരുടെ ചായയ്ക്ക് പഞ്ചസാരയും ബിസ്ക്കറ്റും നിരത്തി പുൽത്തകിടിയിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ മുതൽക്ക് അവർക്കറിയാമായിരുന്നു അവർ അന്യോന്യം വിവാഹം ചെയ്യാൻ പോകുകയാണെന്ന്. വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്ത് പൊങ്ങച്ചം പൊട്ടിക്കുന്നതിൽ വിരുദ്ധനായ ഒരു സഹപാഠിയുടെ കയ്യിൽ നിന്ന് വൈവാഹിക മോതിരം പോലുള്ള ഒന്ന് അവൾ ധരിച്ചിരുന്നത് എല്ലാവർക്കും അറിയാമായിരുന്നു. മാത്രമല്ല, ഈ നിമിഷം വരെ അവർ പരസ്പരം സ്നേഹബദ്ധരായിട്ടാണ് വർദ്ധിച്ചിരുന്നത്. എന്നാലിപ്പോൾ അതൊക്കെ പോയി. ജിമ്മിക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നത് തന്നെ എഡ്നയ്ക്ക് വളരെ വിഷമമായി തോന്നി. സേക്രഡ് ഹാർട്ട് കോൺവെന്റിലെ തോട്ടങ്ങളിലേക്ക് നോക്കിയപ്പോൾ, അവയുടെ നടുവിൽ കൂടി ഹിൽ സ്ട്രീറ്റിലേക്കുള്ള പാതയിലേക്കു കയറിയപ്പോൾ ധീനമായി, ബുദ്ധിപൂർവകമായി അവൾ പുഞ്ചിരിയിട്ടു. വിവാഹത്തിനു മുൻപ് അതറിയാൻ കഴിഞ്ഞത് എത്ര നന്നായി. ഇപ്പോൾ ജിമ്മിക്ക് അതിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിവുണ്ട്. ഇല്ല, ആത്മവഞ്ചന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ജിമ്മിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അയാളുടെ ജീവിതം തകർന്നു. അത് അപരിഹാര്യമായിരുന്നു. പക്ഷേ അയാളൊരു ചെറുപ്പക്കാരനായിരുന്നു. കാലം, ആളുകൾ എപ്പോഴും പറയാറുണ്ട്, കാലം ചെറിയ ചെറിയ മാറ്റം വരുത്തും. 40 വർഷം കൊണ്ട് അയാളൊരു വയസ്സനായിത്തീരുമ്പോൾ അവളെപ്പറ്റി മനഃശാന്തിയോടെ ചിന്തിക്കാൻ അയാൾക്ക് കഴിഞ്ഞേക്കും. എന്നാൽ അവൾ, എന്തായിരിക്കും അവളുടെ ഭാവി? എഡ്ന വഴിയുടെ അങ്ങേയറ്റത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. വെളുത്ത പുഷ്പങ്ങളോടുകൂടിയ ചെറുകുലകൾ താണുകിടക്കുന്ന ഒരു തളിർത്ത വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു പച്ച നിറത്തോടുകൂടിയ ബെഞ്ചിൽ കോൺവെന്റിലെ പൂക്കളെ നോക്കിക്കൊണ്ട് അവൾ ഇരുന്നു. പലതരത്തിലുള്ള ചെടികൾ, വിചിത്രവർണ്ണങ്ങളായ ചെടികൾ. കോൺവെന്റിലെ പ്രാവുകൾ വളരെ ഉയരത്തിൽ പറക്കുകയായിരുന്നു. അവൾക്ക് ഒരു സംഗീതപാഠമെടുക്കുന്ന സിസ്റ്റർ ആഗനസിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. ഹാമി! കന്യാസ്ത്രീയുടെ മുഴങ്ങുന്ന ശബ്ദം കേട്ടു. ഹാമി! ആ ശബ്ദം മാറ്റുലി കൊണ്ടു. ജിമ്മിയെ അവൾ വിവാഹം ചെയ്തില്ലെങ്കിൽ തീർച്ചയായും പിന്നെ ആരെയും അവൾ വിവാഹം ചെയ്യുകയില്ല. അവൾ സ്നേഹിക്കുന്ന മനുഷ്യൻ, ആ വിസ്തൃതനായ നടൻ, അത് ഒരിക്കലും ഉണ്ടാവാൻ നിവൃത്തിയില്ല എന്ന് വിചാരിക്കാനുള്ളതിലധികം ബുദ്ധിശക്തി അവൾക്കുണ്ടായിരുന്നു. അത് വളരെ വിചിത്രമായിരുന്നു. അങ്ങനെ സംഭവിക്കരുതെന്നായിരുന്നു താനും അവളുടെ വിചാരം. അതെങ്ങനെയാണ് സംഭവിക്കുക? അവളുടെ സ്നേഹം അത്രയധികം ഗാഢമായിരിക്കുമ്പോൾ അവളത് നിശബ്ദമായി സഹിക്കണം. അവളെ പീഡിപ്പിക്കാനായിരുന്നു അത്. കേവലം ആ മാതിരിയുള്ള സ്നേഹമാണത് എന്നവൾ വിചാരിച്ചു. പക്ഷേ എഡ്ന, ജിമ്മി കരഞ്ഞു, നീ ഒരിക്കലും മാറുകയില്ലേ? ഇനി നിന്നെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കാൻ എനിക്ക് വഴിയില്ലേ? ഓ, അതു പറയാൻ എന്തുമാത്രം സങ്കടം. പക്ഷേ പറയാതെ നിവൃത്തിയില്ല. ഇല്ല, ഇല്ല ജിമ്മി, ഇതിനൊരിക്കലും മാറ്റമില്ല. അവൾ അവളുടെ തല കുമ്പിട്ടു. ഒരു കൊച്ചു പൂവ് അവളുടെ മടിയിൽ വീണു. പെട്ടെന്ന് സിസ്റ്റർ ആഗനസിന്റെ ശബ്ദം കേട്ടു. ഹാനോ! ആ ശബ്ദം മാറ്റുലി കൊണ്ടു. ഹാനോ! ആ നിമിഷത്തിൽ അവളുടെ ഭാവി എന്തെന്ന് അവൾക്ക് പ്രത്യക്ഷമായി. അവൾ എല്ലാം കണ്ടു. അവൾ അത്ഭുതപ്പെട്ടു. ആദ്യം അവൾക്ക് ശ്വാസം മുട്ടിപ്പോയി. പക്ഷെ എന്തായാലും ഇതിലുമധികം എന്താണ് സ്വാഭാവികമായിരിക്കുക? അവൾ ഒരു കന്യാസ്ത്രീ മഠത്തിലേക്ക് പോവും. അവളുടെ അച്ഛനും അമ്മയും അതിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാൻ ആവുന്നതും ശ്രമിക്കും. വെറുതെ. ജിമ്മിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനോഭാവത്തെപ്പറ്റി വിചാരിക്കുക തന്നെ ദുസ്സഹം. എന്തുകൊണ്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? എന്തിനാണ് അവളുടെ പീഡയെ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത്? ലോകം ക്രൂരമാണ്, അതിക്രൂരം. അവസാനത്തെ ഒരു രംഗത്തിന് ശേഷം അവൾ ആഭരണങ്ങളും മറ്റും ഉത്തമ സുഹൃത്തുക്കൾ കഴിച്ചു കൊടുക്കുന്നു. അവർ അത്രമാത്രം തകർന്ന ഹൃദയത്തോടുകൂടി, അവൾ അത്രമാത്രം ശാന്തമായ മനോഭാവത്തോടുകൂടി നോക്കി നിൽക്കുന്നു. ആ രംഗത്തിന് ശേഷം ഒരു കന്യാസ്ത്രീ മഠത്തിലേക്ക് അവൾ പോകുന്നു. ഇല്ല, ഒരു നിമിഷം അവൾ പോകുന്ന ആ സായാഹ്നം, അത് പോർട്ട് വില്ലിനിലെ അഭിനയത്തിന്റെ അവസാനത്തെ സായാഹ്നമായിരുന്നു. ഒരു അപരിചിതനായ ദൂതനിൽ നിന്നും അയാൾക്ക് ഒരു പെട്ടി ലഭിച്ചു.
അത് നിറച്ചു വെളുത്ത പുഷ്പങ്ങളായിരുന്നു. ഒരു പേരുമില്ല അതിൽ, ഒരു കാർഡുമില്ല അതിൽ. ഒന്നുമില്ലേ? ഉവ്, റോസാപുഷ്പങ്ങളുടെ താഴെ ഒരു വെളുത്ത തൂവാലയിൽ പൊതിഞ്ഞ എഡ്നയുടെ അവസാനത്തെ ഫോട്ടോ. അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതിയിരുന്നു: ലോകത്തെ മറന്നു, ലോകത്താൽ മറയ്ക്കപ്പെട്ട്. അവൾ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ തെല്ലും ചലിക്കാതെയിരുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന കറുത്ത പുസ്തകം അതവളുടെ പ്രാർത്ഥനാ പുസ്തകമാണ് എന്ന പോലെ പിടിച്ചു. സിസ്റ്റർ ഏഞ്ചല എന്ന പേർ അവൾ സ്വീകരിച്ചു. അവളുടെ മനോഹരമായ തലമുടി മുഴുവൻ മുറിച്ചു കളയുന്നു. ഒരു ചുരുണ്ട മുടി ജിമ്മിക്ക് അയക്കുവാൻ അവളെ അനുവദിക്കുമോ? അതെങ്ങനെയോ പറ്റിച്ചു. ഒരു നീല ഗൗൺ ധരിച്ച് വെളുത്ത ഒരു തലക്കെട്ടോടുകൂടി സിസ്റ്റർ ഏഞ്ചല പോകുന്നു. കോൺവെന്റിൽ നിന്ന് കപ്പേളയിലേക്ക്, കപ്പേളയിൽ നിന്ന് കോൺവെന്റിലേക്ക്. അവളുടെ നോട്ടത്തിൽ, അവളുടെ ദുഃഖം നിറഞ്ഞ നയനങ്ങളിൽ, അവളുടെ അടുത്തേക്കോടി വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന ആ മധുരമായ പുഞ്ചിരിയിൽ അലൗകികമായ എന്തോ ഒന്നുണ്ട്. ഒരു സന്യാസിനി മെഴുകുതിരിയുടെ മണം പുറപ്പെടുന്ന ആ തണുത്ത നടപ്പുരയിലൂടെ നടന്നു പോകുമ്പോൾ ചിലർ മന്ത്രിക്കുന്നത് അവൾ കേൾക്കുന്നു. ഒരു സന്യാസിനി കപ്പേളയിലേക്ക് വരുന്ന സന്ദർശകരോട് പറഞ്ഞിരുന്നു ആ കന്യാസ്ത്രീയെപ്പറ്റി. മറ്റുള്ളവരുടെ ശബ്ദത്തേക്കാൾ ഉയരത്തിൽ കേൾക്കുന്ന അവളുടെ ശബ്ദത്തെപ്പറ്റി, അവളുടെ യൗവനത്തെപ്പറ്റി, അവളുടെ സൗന്ദര്യത്തെപ്പറ്റി, അവളുടെ ദയനീയമായ, അതിദയനീയമായ പ്രേമത്തെപ്പറ്റി. ജീവിതം തകർന്നുപോയ ഒരു മനുഷ്യൻ ഈ നഗരത്തിലുണ്ട്. സ്വർണവർണ്ണത്തോടുകൂടി ഒരു തടിയൻ തേനീച്ച ഒരു പൂച്ചെടിയിലേക്ക് ഒളിഞ്ഞുകയറി. മുകളിൽ ചാഞ്ഞു നിന്നിരുന്ന കോമളമായ പൂവ് ഒന്ന് ചലിച്ചു, ആടി. ഈച്ച പറന്നുപോയിട്ടും ആ പൂവ് ചിരിക്കുന്നതുപോലെ തുള്ളിക്കളിച്ചിരുന്നു. ധന്യമായ പൂവ്, ഒന്നും സാരമാക്കാത്ത പൂവ്. സിസ്റ്റർ ഏഞ്ചല അതിനെ നോക്കി പറഞ്ഞു, ഇപ്പോൾ ശീതകാലമാണ്. ഒരു രാത്രി അവളുടെ തണുത്തു മരവിച്ച അറയിൽ കിടക്കുമ്പോൾ ഒരു കരച്ചിൽ അവൾ കേൾക്കുന്നു. തോട്ടത്തിൽ ഏതോ മൃഗം അലഞ്ഞു നടക്കുകയാണ്. ഒരു പൂച്ചക്കുഞ്ഞോ ആട്ടിൻകുട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ജന്തു. ഉറക്കമില്ലാതെ കിടന്നിരുന്ന ആ കന്യാസ്ത്രീ എണീക്കുന്നു. മുഴുവൻ വെളുത്ത വേഷം, വിറയ്ക്കുന്നുണ്ട്. എന്നാൽ പേടിയില്ലാതെ അവൾ പോകുന്നു. അതിനെ അകത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ അടുത്ത പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായുള്ള മണിയടിക്കുമ്പോൾ അവൾ സന്നിപാത ചുരത്തിൽ വെളിവില്ലാതെ കിടന്നുരുളുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതിൽ നിന്ന് അവൾ ഒരിക്കലും രക്ഷപ്രാപിക്കുന്നില്ല. 3 ദിവസത്തിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. അവളുടെ അന്ത്യകർമ്മങ്ങൾ കപ്പേളയിൽ വെച്ച് നടന്നു. കന്യാസ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ശവപ്പറമ്പിൻ്റെ ഒരു മൂലയ്ക്കൽ അവിടെ മരം കൊണ്ടുണ്ടാക്കിയ അനേകം കൊച്ചു കുരിശുകൾ കാണാം. അവളെ സംസ്കരിച്ചു. ശാന്തി. സിസ്റ്റർ ഏഞ്ചല, ശാന്തി. വൈകുന്നേരമായി. 2 വയസ്സായ ആളുകൾ അന്യോന്യം ചാരിക്കൊണ്ട് ആ ശവക്കല്ലറയുടെ അടുക്കൽ പതുക്കെ നടന്നു വരുന്നു. ഏന്തിക്കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തുന്നു. നമ്മുടെ മകൾ, നമ്മുടെ ഒറ്റ മകൾ. പിന്നെ മറ്റൊരാൾ, മുഴുവൻ കറുത്ത വേഷം. പതുക്കെയാണ് അയാളും വരുന്നത്. എന്നാൽ അയാൾ അവിടെ എത്തിയിട്ട് അയാളുടെ കറുത്ത തൊപ്പി പൊക്കുമ്പോൾ എഡ്ന നടുങ്ങിപ്പോകുന്നു. അയാളുടെ തലമുടി മുഴുവൻ നരച്ചിരിക്കുന്നു. ജിമ്മി, വളരെ വൈകിപ്പോയി, വളരെ വൈകി. കണ്ണുനീർ അയാളുടെ കവിളിൽ കൂടി ഒഴുകുകയായിരുന്നു. അയാൾ കരയുകയാണിപ്പോൾ. വളരെ വൈകി, വളരെ. പള്ളിമുറ്റത്തെ ഇലകൊഴിഞ്ഞ മരങ്ങളെ കാറ്റു കുലുക്കുന്നു. അയാൾ കഠിനമായി പൊട്ടിക്കരഞ്ഞു. എഡ്നയുടെ കയ്യിലുണ്ടായിരുന്ന കറുത്ത പുസ്തകം ഒരു ശബ്ദത്തോടെ നിലം പതിച്ചു. അവൾ ചാടി എണീറ്റു. അവളുടെ ഹൃദയമിടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഓമനെ, ഇല്ല, സമയം വൈകിയിട്ടില്ല. അതെല്ലാം ഒരു തെറ്റായിരുന്നു, ഒരു ഭയങ്കര സ്വപ്നം. ഹോ, ആ നരച്ച തല! അങ്ങനെ ചെയ്യാൻ എങ്ങനെ അയാൾക്ക് കഴിഞ്ഞു? അവളങ്ങനെ ചെയ്തിട്ടില്ല. ഹാ ദൈവമേ, എന്തൊരു സുഖം! അവൾ സ്വതന്ത്രയാണ്, യുവതിയാണ്. ആർക്കും അറിഞ്ഞുകൂടാ അവളുടെ രഹസ്യം. അവൾക്കും ജിമ്മിക്കും എല്ലാം ഇപ്പോഴും സാധ്യമാണ്. അവർ സങ്കൽപ്പിച്ചതുപോലുള്ള ആ വീട് ഇനിയും പണിയാം. പനീർക്കൊമ്പുകൾ നടുന്നത് നോക്കിക്കൊണ്ട് കൈ പിന്നിൽ കെട്ടി നിൽക്കുന്ന ആ കൊച്ചു കുഞ്ഞ് ഇനിയും ജനിക്കാം. അവൻ്റെ കൊച്ചനുജത്തി.
അവൻ്റെ കൊച്ചനുജത്തിയെപ്പറ്റിയുള്ള വിചാരത്തോളം എത്തിയപ്പോൾ എഡ്ന, ആ കുഞ്ഞോമന ആകാശത്തിൽ കൂടി അവളുടെ അടുക്കലേക്ക് പറന്നു വരുന്നതുപോലെ തൻ്റെ കൈകൾ നീട്ടി ആ തോട്ടങ്ങളുടെ നേരെ, ആ മരങ്ങളുടെ വെള്ളപ്പൂഞ്ചില്ലകളുടെ നേരെ, നീലാകാശത്തിൽ പറക്കുന്ന ആ ഓമനപ്രാവുകളുടെ നേരെ, ഇടുങ്ങിയ ജനാലകളോടു കൂടിയ ആ കന്യാമഠത്തിൻ്റെ നേരെ നോക്കിക്കൊണ്ടു ജീവിതത്തിൽ ഇതംപ്രദമായിട്ട്. ഒടുവിലിപ്പോൾ അതിനു മുൻപൊരിക്കലും അങ്ങനെയൊരു അനുഭൂതി അവളുടെ സങ്കല്പത്തിൽ ഉദിച്ചിട്ടില്ല. പ്രേമത്തിൽ മുഴുകിയിരിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് അവൾ അറിഞ്ഞു. പ്രേമത്തിൽ മാത്രം.